വരുണ മോനെ. അച്ഛാ, ഞാൻ കണിമംഗലത്ത് പോയി മുത്തച്ഛൻ കൂടെ കൂട്ടിക്കൊണ്ട് വന്നു. അതെന്ത് പറ്റി? അതൊന്നുമില്ല. ഇതാ വാങ്ങിക്കോളൂ. വാങ്ങിക്കോളൂ. ശരി. എല്ലാം തിരിച്ചുള്ള യാത്രയല്ലേ? അഭയാർത്ഥികളല്ലേ നമ്മള്? ദൈവം തുണയ്ക്കട്ടെ. ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ? വാശി കാണിച്ച് ഭക്ഷണം കഴിക്കാതെ കിടക്കരുതെന്ന്. അതിനി ഞാൻ ആരോടാ വാശി കാണിക്കുന്നത്? നിന്നോടോ? അവിടെ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ മുത്തശ്ശിയുടെ മനസ്സൊന്ന് നേരെയായി. മനസ്സ് നേരെ നിന്നാലേ ശരീരം കൂടെ നിന്നോളും. ഈ ക്ഷീണമൊക്കെ ഞാൻ മാറ്റി തന്നോളാം. ഇനിയിപ്പോ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടല്ലോ. കാര്യമൊക്കെ ശരി തന്നെ. തിരുമേനിക്കും യശോദയ്ക്കും ഒരു ബുദ്ധിമുട്ടാവൂ? അച്ഛനും അമ്മയ്ക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അച്ഛനും അമ്മയ്ക്കും മുത്തശ്ശിക്കും ഞങ്ങളോടുള്ള സ്നേഹം എന്താണെന്നൊക്കെ നന്നായിട്ട് അറിയാം. എപ്പോഴും അവർ പറയുന്നതാ മുത്തശ്ശിയെ വിളിക്കണം, കുറച്ചു ദിവസം ഇവിടെ നിർത്തണം എന്നൊക്കെ. അത് വെറുതെ അല്ല, ആത്മാർത്ഥമായിട്ട് തന്നെയാ. മരുന്നെല്ലാം കിട്ടിയോ? ആ, പുറത്തുനിന്ന് 1-2 ടാബ്ലറ്റ് വാങ്ങാനുണ്ട്. മുത്തശ്ശി, എന്നാ നമുക്ക് പോയാലോ? ഈ മരുന്ന് മുഴുവൻ കഴിച്ചു കഴിയുമ്പോഴേക്കും പഴയ പോലെ ചാടിച്ചെടുത്ത് നടക്കണ്ട നമുക്ക്. ആയിക്കോട്ടെ, മരുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ നിങ്ങളുടെ പഴയ മുത്തശ്ശിയാവും. എന്റെ മരുന്നല്ലേടാ നിങ്ങൾ രണ്ടുപേരും. കേറിക്കോ മുത്തശ്ശി, ഞാൻ കയറാം. പോ. ജയഭാരതമ്മ വരൂ. ഞാൻ പൈസ കൊടുത്തിട്ട് വരാം. പിടിച്ചു. നമ്മളെ അങ്ങോട്ടിരുന്നോളൂ. ഡോക്ടർ എന്താ മോനെ പറഞ്ഞത്? കുറച്ച് ദിവസമായിട്ട് കാര്യമായിട്ട് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ ശരീരത്തിൽ ജലാംശം കുറവാ. വേറെ കുഴപ്പമൊന്നുമില്ല അച്ഛാ. എന്താ ജയഭാരതി അമ്മ ഇത്? ഭക്ഷണം കഴിക്കാതിരിക്കാന്ന് പറഞ്ഞ എന്റെ കൈയും കാലുമായിരുന്നു ഇവര് രണ്ടുപേരും. ഇവരപ്പുറം ഇപ്പുറം ഉള്ളപ്പോ ഒരു ക്ഷീണവും ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്റെ പ്രായം പോലും പറയാൻ ഇവര് സമ്മതിക്കുമായിരുന്നില്ല. പക്ഷേ
ഇവര് പോന്നതോടെ ഒന്ന് തളർന്നു തിരുമേനി. അത് ഞങ്ങൾക്കറിയാം. കണിമംഗലത്തെ ഇവളുടെ സ്നേഹവും കരുതലും ഒക്കെ ജയഭാരതിയമ്മയായിരുന്നു. എന്തോ കഷ്ടകാലം കൊണ്ട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയി. ഈ ദുഷ്ടത ചെയ്യുന്നവരൊക്കെ കുറച്ചു കാലം കഴിയുമ്പോ മനസ്സിലാക്കും. മുത്തശ്ശി, ഇനി നന്നായിട്ട് ഭക്ഷണം കഴിക്കുമല്ലോ. അതിനെന്താടി മോളെ, അല്ലെങ്കിലും നിന്റെ ആറ്റുവാശ്ശേരിന്നൊന്ന് കഴിക്കണ്ടേ? മുത്തശ്ശി, ഇനി നന്നായിട്ട് ഭക്ഷണം കഴിക്കുമല്ലോ. അതിനെന്താടി മോളെ, അല്ലെങ്കിലും നിന്റെ ആറ്റുവാശ്ശേരിന്നൊന്ന് കഴിക്കണ്ടേ? മോള് വിളമ്പി വയ്ക്കുന്ന ഭക്ഷണം മുത്തശ്ശി വയറ് നിറച്ച് കഴിച്ചോളാം, പോരെ? മനസ്സിന്റെ സമാധാനാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. അതുണ്ടെങ്കിൽ തന്നെ മറ്റു അസുഖങ്ങളൊന്നും നമ്മളെ ബാധിക്കില്ല. ശരിയാണ് തിരുമേനി. അസുഖം വന്നാ ഡോക്ടറുടെ അടുത്ത് പോകാം, മരുന്ന് കഴിക്കാം. പക്ഷേ അസ്വസ്ഥത വന്നാലോ ചുറ്റുമുള്ളവര് നോക്കിയാലല്ലേ മാറ്റാൻ പറ്റൂ. പരമേശ്വരനും പത്മിനിയും ഞാനും ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. ആയുസ്സൊടുങ്ങാൻ കാലത്തുള്ള ഈ പരീക്ഷണം ദൈവം നിശ്ചയിച്ചതായിരിക്കും, അല്ലേ? ഇത് ദൈവത്തിന്റെ പരീക്ഷണമൊന്നുമല്ല മുത്തശ്ശി, അഹങ്കാരികളായ ചിലരുടെ തീരുമാന. അതിനെ എങ്ങനെ നേരിടണമെന്ന് എനിക്കറിയാം. മോൻ കുഴപ്പത്തിനൊന്നും നിൽക്കണ്ട. ഞാനിപ്പോ നിങ്ങളുടെ കൂടെ പോന്നല്ലോ, അത് മതി. ആ പരമേശ്വരനെ ഒന്ന് വിളിച്ച് പറഞ്ഞേക്ക്. വരുണ, മോനെ. അച്ഛാ, ഞാൻ കണിമംഗലത്ത് പോയി മുത്തശ്ശൻ കൂടെ കൂട്ടിക്കൊണ്ട് വന്നു. അതെന്ത് പറ്റി? അതൊന്നുമില്ല, ഞങ്ങൾക്ക് രണ്ടുപേർക്കും മുത്തശ്ശിയെ കാണണമെന്നും മുത്തശ്ശിയുടെ അടുത്തിരിക്കണമെന്നും തോന്നി. മുത്തശ്ശിക്ക് ഇങ്ങോട്ട് വരാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. നിങ്ങൾ രണ്ടുപേരും ആയതുകൊണ്ടാ, അല്ലെങ്കിൽ കണിമംഗലം വിട്ട് ഒരിടത്തും അമ്മ തങ്ങില്ല. അച്ഛനും അമ്മയും തിരിച്ചു വരുന്നവരെ മുത്തശ്ശി ഇവിടെ തന്നെ ഉണ്ടാവും. കുഴപ്പമില്ലല്ലോ. എന്തു കുഴപ്പാടാ? നിന്റെ മുത്തശ്ശിയുടെ സന്തോഷം അതല്ലേ. ശരി അച്ഛാ, ഞാൻ പിന്നെ വിളിക്കാം. ശരി മോനെ. വരുണും രാധികയും ചെന്ന് അമ്മ ആറ്റുവാശ്ശേരിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിന്ന്. അത് നന്നായി. അമ്മയുടെ കാര്യം ആലോചിച്ച് വലിയ സങ്കടമായിരുന്നു, അതങ്ങ് മാറിയല്ലോ. കണിമംഗലത്ത് നടന്ന കാര്യങ്ങള് അച്ഛനും അമ്മയെ അറിയിക്കേണ്ടെന്ന് കരുതിയിട്ട് തന്നെയാ